താരൻ പോവാനും മുടി നല്ല സ്മൂത്ത് ആവാനും എന്താ ചെയ്യുക ചേച്ചി എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, വിളിച്ചിട്ടും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും. അപ്പോൾ ഇന്ന് അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ കെയറിംഗ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ആ ഹെയർ ഓയിൽ നമ്മുടെ മുടിയിലും തലയുടെ ഓട്ടിലൊക്കെ നന്നായിട്ട് തൊട്ട് പറ്റിയതിന് ശേഷം നമ്മുടെ മുടിയിൽ ജടകളുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ നന്നായിട്ട് തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്തിനാ ഇപ്പം ഇങ്ങനെ ചെയ്യണേന്നപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. മുടി കൊഴിച്ചിൽ മാറാനും ഡെഡ് സെല്ലുകൾ പോവാനും കുളി കഴിഞ്ഞതിന് ശേഷമുള്ള മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ, അതായത് മുടി ഡ്രൈ ആവാതിരിക്കാൻ, പൊട്ടിപ്പോവാതിരിക്കാൻ, മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള തിളക്കവും മൃദുത്വമൊക്കെ നിലനിർത്താനും സാധിക്കും കേട്ടോ. നല്ല ഗുണമുള്ള എണ്ണയാണെങ്കിൽ നമ്മുടെ തലയുടെ ഓട്ടിലുണ്ടാവുന്ന അമിതമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള ഡെഡ് സെല്ലുകൾ കളയാനും അതേപോലെ തന്നെ തലയോടിൻ്റെ ആരോഗ്യം നിലനിർത്താനും മുടി വളർച്ചയ്ക്കും സാധിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ നന്നായിട്ട് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി നമ്മൾ തലയിൽ തേക്കുന്ന സാധനം ഉണ്ടാക്കാം അല്ലേ, അതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് 2 കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്ര പേരയുടെ ഇല പൊട്ടിച്ചിട്ടുണ്ട്. അത് ഇന്ന് നല്ലോണം നമുക്ക് കിട്ടി, അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ്. 1 കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്രയും പേരയുടെ ഇല മതി കേട്ടോ. നല്ലോണം മൂത്തതും ആവരുത്, നല്ലോണം ചള്ളും ആവരുത്. ഒരു ഇടത്തരം പ്രായമുള്ള ഇലയാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുള്ളതാണെങ്കിലും നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യണ കാര്യങ്ങളല്ലേ നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ. ചെയ്യാത്തൊരു കാര്യം നമ്മൾ തട്ടിക്കൂട്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ മുടിക്കും കേടാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് പേരയുടെ ഇലയാണ് തലയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ആരെങ്കിലും കാണാത്തതും അറിയാത്തതുമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരയുടെ ഇല വളരെ ഗുണം ചെയ്യുന്ന സാധനമാണ്. താരം കളയാനും മുടിയുടെ സ്മൂത്ത്, അതായത് ഒരു മിനുസൊക്കെ വരുത്താൻ ഒരുപാട് സാധിക്കും. മുടി പൊട്ടിപ്പോകുന്നത് ഡ്രൈ ആവുന്നതൊക്കെ തടയാൻ സാധിക്കും. 1 കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്ര പേരയുടെ ഇല എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റോളം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം എണ്ണയൊക്കെ തേച്ചിട്ടൊരു 10-20 മിനിറ്റ് ആയി ഞാൻ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പേരയുടെ വെള്ളം ഇലയൊക്കെ കളഞ്ഞ് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ എ സിയിലൊക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുടി ഡ്രൈ ആയ പോലത്തെ ഒരു ഫീല് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വെയിലത്ത് പോയിട്ട്, ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വെയിലത്ത് പോയിട്ട് നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ടൊരു ഈര പോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. മുടി കൊഴിച്ചിൽ, താരൻ, നമ്മുടെ തലയുടെ ഓട്ടിലെ സ്കിന്നിന് ഡ്രൈനെസ്, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഹെയർ ഇല്ലാത്തവരായിട്ട് ആരും ജനിക്കണില്ല അല്ലേ, അപൂർവം ചിലരെയാണ് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ നമുക്കുള്ള ഹെയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് അത് നമ്മുടെ ഒരു കടമയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. കൂടെ നമ്മൾ ഫുഡും കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം നമ്മുടെ മുടിക്ക് വരും കേട്ടോ. അപ്പോൾ എൻ്റെ മുടിക്കും ഡാമേജൊക്കെ വരാറുണ്ട്. കൊറോണ വന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ എൻ്റെ ഹെയർ കെയർ വളരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു പോയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ എൻ്റെ ഹെയറിൽ ഒരുപാട് വന്നിട്ടുണ്ട്. എൻ്റെ മുടിയുടെ തുമ്പ് ഭയങ്കര ഡ്രൈ ആയി പൊട്ടിപ്പോവാൻ തുടങ്ങി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. ആ ഒരു സമയത്താണ് നമ്മൾ അലോവേര കണ്ടമാനം നമ്മൾ തലയിൽ ഉപയോഗിച്ച് തരുന്നത്. നിങ്ങൾക്കത് നമ്മുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതുമാണ്. ആ സമയത്തൊക്കെയാണ് നമ്മൾ അലോവേരയൊക്കെ നട്ടുപിടിപ്പിച്ചത്. പിന്നീടാണ് ഞാൻ എൻ്റെ അമ്മയുടെ സഹായം നേടിയത്. എനിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാക്കി തന്നിട്ടുള്ള എണ്ണ ഞാൻ വീണ്ടും ഉണ്ടാക്കിപ്പിച്ചു. എന്നിട്ട് ഞാൻ തലയിൽ തേക്കാൻ, അതിൻ്റെ വീഡിയോ നമ്മളും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് പലരും ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് വിപണിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും വളരെ സക്സസ്സോട് കൂടിയിട്ട് തന്നെ നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഏട്ടൻ്റെ കുറച്ച് പൊടിക്കൈകളും കൂടി ചേർത്തിട്ട്, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ രൂപശ്രീ ഹെയർ ഓയിൽ ഒരു സിറം പോലെയാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഹെയർ കെയർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. അപ്പോൾ നമ്മുടെ പൂരൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. പൂരത്തിൻ്റെ കാലമാണ്. അപ്പോൾ ഇനി അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പൂരങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ പോവാം. ചെറിയ ചെറിയ ഹെയർ കെയറിങ് ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് രൂപശ്രീ ഒന്നും മെച്ചപ്പെടുത്തണ്ടേ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് തന്നെ പതിയെ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു കാര്യം മറക്കണ്ട. നമ്മുടെ പേരയുടെ ഇല നമ്മൾ കുറേ മുന്നേ കാണിച്ചിട്ടുള്ളതാണെങ്കിലും ഞാൻ ഒന്നുകൂടി കാണിച്ചു എന്നേ ഉള്ളൂ. ഇനിയും കാണിക്കും
കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചിട്ടാണ് കുളിക്കുന്നത്. ഇവിടെ കുഴൽ വെള്ളമാണ് ടാങ്കിൽ. കുഴൽ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് നാശമാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ അടിച്ചിട്ട് നമുക്ക് കുളിക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആളുകളാണെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഉഷാറായിട്ട് ഇരുന്നോളൂ എല്ലാവരും. നല്ല നല്ല ചെറിയ ചെറിയ ഹെയർ കെയർ ടിപ്സുകളൊക്കെ ചെയ്തോളൂ കേട്ടോ.